നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 അംഗ കുടുംബം പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കിടപ്പുമുറിയിൽ തീക്കൊപ്പം പടർന്ന പുക അപകട കാരണമായോ എന്ന് സംശയം. മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുറിയിൽ പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയാൽ പൂട്ടിക്കിടക്കുന്ന വാതിൽ തുറന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറയുമെന്ന് പോലീസ് പറയുന്നു. കിടപ്പുമുറിയിൽ പൊട്ടിത്തെറി നടന്നതായും സംശയിക്കുന്നുണ്ട്. ഭിത്തിയിലെ പൊട്ടലിന്റെ തീവ്രത പൊട്ടിത്തെറിയിലാണ് വിരൽ ചൂണ്ടുന്നത്. എയർ കണ്ടീഷണറിന്റെ സ്പ്ലിറ്റ് യൂണിറ്റ് പൂർണ്ണമായും മുറിയിൽ ഉരുകി വീണിട്ടുണ്ട്. എന്നാൽ മുറിയുടെ പുറത്തുള്ള കണ്ടൻസറിലേക്ക് തീ നേരിയ തോതിലെ പടർന്നിട്ടുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപകട കാരണമെന്നാണ് കരുതുന്നതെങ്കിലും അതിനുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അപകട കാരണത്തെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കൂ. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതകൾ KCBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പരിശോധിക്കുന്നുണ്ട്. പോലീസ് സംഘവും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും ഉദ്യോഗസ്ഥരായ റിനി തോമസും വിഷ്ണു ഗോപാലും വിരലടയാള വിദഗ്ധൻ KS അഖിലും പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും പരിശോധിച്ചു. തീപിടുത്തത്തിന്റെ ദുരൂഹത ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. വഴിയിലും വീട്ടിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. മലഞ്ചരക്ക് ബിസിനസ് ഉള്ളതിനാൽ വീടിന്റെ പറമ്പിൽ വരെ ക്യാമറയുണ്ട്. വഴിയിലും 3 ക്യാമറകളുണ്ട്. വീട്ടിലെ വയറിംഗ് സംവിധാനങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. വീട്ടിൽ ELCB സംവിധാനമില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യത. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പുക ഉയരും. പുക ശ്വസിച്ച് മുറിയിൽ ഉണ്ടായിരുന്നവർ അബോധാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതിനാൽ തീ പടർന്നപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നും പോലീസ് പറയുന്നു. വിവിധ ഏജൻസികൾ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ അപകട കാരണം കൃത്യമായി അറിയാൻ കഴിയൂ. അപകടം നടന്ന വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. മോഡം കത്തിപ്പോയെങ്കിലും ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മുറിയിലുണ്ടായിരുന്ന AC-യുടെ സ്റ്റെബിലൈസർ പൊട്ടിത്തെറിച്ചാണോ അപകട കാരണം എന്നതും അന്വേഷിക്കും. 3 വർഷം മുമ്പ് ഈ വീടിനോട് ചേർന്നുള്ള ജാതി സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു. താഴത്തെ നിലയിൽ കിടന്ന ചിന്നമ്മ എന്നും പതിവുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് 4:30 മുകളിലത്തെ നിലയിൽ മകനും കുടുംബവും തീപ്പൊള്ളലേറ്റ് പിടയുന്നത് ആ അമ്മ അറിയുന്നത്. മുകളിലത്തെ നിലയിൽ നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ തീ കാണുന്നു. ഉടൻ തന്നെ വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കിടന്നുറങ്ങിയുന്ന ജോലിക്കാരൻ നിരഞ്ജനം വിളിച്ചുണർത്തി. ഇരുവരും ഒച്ച വെച്ചെങ്കിലും ആരും കേട്ടില്ല. മുകളിലത്തെ നിലയിൽ കയറി നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ഗോവിണി കയറി മുറിയിലേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു തീ. ആ തീ അണയ്ക്കാൻ നോക്കി. അപ്പോൾ മുറി മുഴുവനായി നിന്ന് കത്തുകയായിരുന്നു. ഉള്ളിൽ ഉറ്റവരും. അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചതോടെ ചിന്നമ്മയെ അയൽവാസി പൗലോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മകൻ ബിനോയുടെ വീട്ടിലേക്ക് മാറ്റി. കാർപോർച്ചിന് മുകളിലുള്ള കിടപ്പുമുറിയിലാണ് ദുരന്തത്തിൽ മരിച്ച 4 പേരും കിടന്നത്. മുകൾ നിലയിൽ വലിയ കിടപ്പുമുറിയും ചെറിയ ഹാളും മറ്റൊരു ചെറിയ മുറിയുമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ നിന്നുള്ള ഗോവണി കൂടാതെ പിന്നിലെ ഗോവണിയിലൂടെയും മുകൾ നിലയിലേക്ക് കയറാനാകും. തീപിടുത്തത്തിന്റെ ആഘാതം മുറിക്ക് പുറത്തെ ഭിത്തിയിലും സൺഷെയ്ഡിലും കാണാം. ഭിത്തി ഭൂരിഭാഗവും പുക പടർന്ന നിലയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.